ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. പസോളിനി, ഇറ്റാലിയൻ ഡയറക്ടർ, അദ്ദേഹം ഇങ്ങനെ കുറിച്ചു വച്ചു: ഒരാളുടെ മരണം അയാളുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കമാണ്. ശരിക്കൊന്ന് ചിന്തിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണത്. നിങ്ങൾ ഏത് വിധേനയുള്ള മരണത്തിലൂടെയും കടന്നു പോകാം. എങ്ങനെ മരിക്കുന്നു, ഏത് വിധേന മരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്: ഏതു മനോഭാവത്തോടു കൂടി മരിക്കുന്നു. കുരിശിൽ പിടയുമ്പോഴും നിഷ്കളങ്കതയുടെ പുഞ്ചിരിയാർന്ന് കരച്ചിലിൽ പോലും കൃപ നിറച്ച് ഒരാൾക്ക് മരിക്കാനാവും. അപ്പോൾ ഒരാളുടെ മരണം അയാളുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കം തന്നെയാണ്. ഔറംഗസേബ്, മുഗൾ ചക്രവർത്തിമാരിൽ പ്രമുഖനായ ഒരാൾ, അദ്ദേഹം എത്ര ക്രൂരമായ വിധത്തിലാണ് സ്വന്തം അപ്പനെ ജയിലിലടച്ചത്, സ്വന്തം സഹോദരങ്ങളെ കൊന്നൊടുക്കിയത്. രാജ്യഭരണം സഹോദരൻ തീർച്ചയായിട്ടും നേടിയെടുക്കുമെന്നുള്ള പേടി കൊണ്ട് അയാളെ ആദ്യം കൊന്നൊടുക്കി. ആനപ്പന്തയം നടക്കുന്നിടത്ത് കൂടാരത്തിൻ്റെ തൂണുകൾ ഛേദിച്ചിട്ട് ഷാജഹാനെയും ഈ ജ്യേഷ്ഠനെയും അവിടെ അതിഥികളായി ഇരുത്തി. ആന ഓടുമ്പോൾ തൂണുകൾ കുലുങ്ങി മരിക്കുമെന്ന് ഇയാൾക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. തൂണുകൾ കുലുങ്ങി താഴെ വീണു. ഷാജഹാൻ രക്ഷപ്പെട്ടു. കിരീടാവകാശി അവശിഷ്ടങ്ങൾക്കിടയിൽ ശ്വാസം കിട്ടാതെ കിടക്കുന്നു, മരിച്ചിട്ടില്ല. ഔറംഗസേബ് എന്താ ചെയ്തത്? അയാളുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ഇക്ക എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് അമർത്തി അയാളെ ശ്വാസം മുട്ടിച്ച് കൊന്നു. പിന്നെ അയാൾ വിലപിക്കുകയും ചെയ്തു. അടുത്ത സഹോദരൻ ധാരയുടെ മകൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അതിക്രൂരമായ വിധത്തിൽ കൊല ചെയ്തു. സഹോദരി ജഹന്നാരയെ ജയിലിലടച്ചു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇയാൾ രാജാവായി പേടിയോടുകൂടി ജീവിച്ചൊരു മനുഷ്യൻ. അന്ത്യകാലഘട്ടങ്ങളിൽ ഇയാൾക്ക് ആകെയുള്ള സമ്പാദ്യം ഭയമായിരുന്നു. എല്ലാവരെയും സംശയം, ഭയം. എപ്പോഴും പണ്ടോരയുടെ ബോക്സിൽ നിന്നും പുറത്തേക്ക് വന്നതുപോലെ ഏതൊക്കെയോ ദുഃഖഭാവങ്ങളും മ്ലാനതയും ഇയാളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പേടിച്ച് സംശയിച്ച് അവസാനം അയാൾ ഭ്രാന്തനെ പോലെ മരിക്കുന്നു. മരിക്കും മുമ്പ് ഇയാൾ പറഞ്ഞു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നൊരു വാചകമുണ്ട്: ഞാൻ ഒറ്റക്ക് വന്നു, അപരിചിതനെ പോലെ ഞാൻ കടന്നു പോകുന്നു. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്ങോട്ടാണ് പോകുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ. ഒരാളുടെ ജീവിതത്തിൻ്റെ എല്ലാം ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അയാൾ ഒന്നുമല്ലാത്തവനായി ഒന്നുമില്ലാത്തവനായി മടങ്ങിപ്പോകും. ആമുഖമായി ഇത്രയും ഞാൻ പറഞ്ഞു. എൻ്റെ കൈവശം ചെറിയൊരു പുസ്തകം, ഫാദർ ആൻ്റണി ഇലവൻകുടി എഴുതിയിട്ടുള്ള വിശുദ്ധർ മരണത്തിൻ്റെ മുന്നിൽ എന്ന പുസ്തകം. നമ്മുടെ വിശുദ്ധർ എങ്ങനെയാണ് മരണത്തെ സ്വീകരിച്ചത്? സന്തോഷത്തോടെ, ആത്മാഭിമാനത്തോടു കൂടി, വലിയ പ്രത്യാശയോടുകൂടി. ഇങ്ങനെയൊക്കെ മരണത്തെ പുൽകിയ മഹാവിശുദ്ധരിൽ ചിലരുടെ മരണവിനാഴികകളിലേക്കുള്ള ഒരു ഒറ്റയടിപ്പാതയിലെ യാത്രയാണ് ഇന്ന് നമ്മൾ നടത്തുക. വരിവരിയായിട്ട് ഉള്ളിൽ മെഴുകുതിരി കത്തി നിൽക്കുന്ന ആ മെഴുകുതിരി വട്ടത്തിൽ കാഴ്ച കണ്ട് അങ്ങനെ ഒരു കൃപയുടെ യാത്ര. ആ യാത്ര നടത്തുവാൻ വേണ്ടി ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. മരണം പലതരത്തിലാണല്ലോ. മരണമണി മുഴങ്ങുന്നു, വരുന്നിതാ ഞാൻ എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത കവി നമുക്കുണ്ട്. ഇനി പ്രഹസനം കഴിഞ്ഞു, കർട്ടൻ താഴ്ത്തു എന്ന് പറഞ്ഞ ആംഗ്ലേയ സാഹിത്യകാരനുണ്ട്. ഇനി ഒരുപാട് ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി ഞാനിതാ ഹൃദയം പൊട്ടി മരിക്കുന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവുണ്ട്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കനത്ത നിശബ്ദതയായിരുന്നു ജീവിതം. അസംബന്ധ നാടകമായിരുന്നു ഇത് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ആളുണ്ട്. കടുത്ത മൗനം ഇതാ തീരുകയായി, ഇനി എനിക്ക് മൗനത്തിനും അപ്പുറത്തേക്കുള്ള ലോകത്തിലേക്ക് പോകാം എന്ന് കുറിച്ച ആളുണ്ട്. ഇങ്ങനെ ധാരാളം മനുഷ്യരെ
കണ്ടിട്ടുള്ള നമ്മൾ, കേട്ടിട്ടുള്ള നമ്മൾ വിശുദ്ധരുടെ കാഴ്ചകളിലേക്കും കണ്ണ് തുറക്കുകയാണ്. ആദ്യം വിശുദ്ധ പോളികാർപ്പ് 155 AD അദ്ദേഹം സീസറിന് മുമ്പിൽ സീസറിനെ ആരാധിക്കില്ല എന്ന് ശപഥം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊല ചെയ്യുക. ഇദ്ദേഹത്തെ കണ്ടുപിടിച്ച് ജനമധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ടൊരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, സീസറിനെ ആരാധിക്കുക, യേശുവിനെ തള്ളിപ്പറയുക. തലേ രാത്രിയിൽ പോളികാർപ്പിന് സ്വപ്നമുണ്ടായിരുന്നു കിടക്കേക്ക് തീ പിടിക്കുന്നതായിട്ട്. അപ്പോൾ അദ്ദേഹം ശിഷ്യരോട് പറഞ്ഞു, എന്നെ ഇവർ ദഹിപ്പിച്ചു കൊല്ലും, അതാണ് സംഭവിക്കാൻ പോവുക. വേണമെങ്കിൽ പോളികാർപ്പിന് ഓടി ഒളിക്കാമായിരുന്നു. അവിടെയും മുന്നിൽ ഓടി ഒളിക്കുവാൻ വേണ്ടിയുള്ള പാതകൾ ധാരാളം തെളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അങ്ങനെ ഓടി ഒളിക്കുകയൊന്നുമില്ല. അയാൾ ക്രിസ്തുവിനെതിരായി നിൽക്കുന്ന ഏതിനെയും മുഖാമുഖം ദർശിച്ചിട്ട് ക്രിസ്തു തന്നെയാണ് എൻ്റെ വഴി എന്ന് പറയും. ഈ പോളികാർപ്പും അങ്ങനെ തന്നെ പറഞ്ഞു. പോളികാർപ്പിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, സീസറിനെ ആരാധിക്കുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, സീസർ കർത്താവാണെന്ന് ഞാൻ എങ്ങനെ ഏറ്റുപറയാനാണ്? യേശു മാത്രമാണ് കർത്താവ്, പിന്നെ വേറെ ആളെ കർത്താവ് എന്നെങ്ങനെ വിളിക്കും? വീണ്ടും അവർ പറയുന്നു, ജസ്റ്റ് നിസ്സാരമായൊരു കാര്യമാണ്, യേശുവിനൊന്ന് തള്ളിപ്പറഞ്ഞാൽ മതി. ഇദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു, പോളികാർപ്പേ ബലമുള്ളവനാകുക. ഈ പോർക്കളത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ഒരു സുഹൃത ജപം പോലെ പോളികാർപ്പ് തന്നോട് പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. പോളികാർപ്പേ ബി ബ്രേവ്, ബലമുള്ളവനാവുക, ബലം ചോർന്നു പോകരുത്. ആ ബലത്തോടു കൂടി ഇദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. 88 വർഷമായിട്ട് ഞാൻ യേശുവിനെ സേവിച്ചു, ഒരു ദ്രോഹവും കർത്താവ് എനിക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ കർത്താവിന് ഇപ്പോൾ ഈ മരണത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ തള്ളിക്കളയേണ്ടത്? 88 വർഷമായിട്ട് ഞാൻ കർത്താവിനെ സേവിച്ചിട്ടും കർത്താവ് എനിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കർത്താവിനെ ഞാനെന്തിനാ തള്ളിക്കളയുന്നത്? ഭീഷണിയെല്ലാം മുന്നിൽ ജ്വാല പോലെ കത്തിപ്പടരുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ അഗ്നിയുടെ പ്രവർത്തന നിമിത്തം അദ്ദേഹം ധൈര്യത്തോടു കൂടി തന്നെ നിലകൊണ്ടു. ചങ്ങലയോടുകൂടി ബന്ധിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തീ ആളുമ്പോഴും എൻ്റെ കാലുകൾ അടുത്ത് തന്നെ ഇരിക്കും, നിങ്ങൾ ബന്ധിപ്പിക്കുകയൊന്നും വേണ്ട. അങ്ങനെ അടുത്തിരിക്കാനുള്ള കൃപയൊക്കെ ദൈവം എനിക്ക് തരുന്നിട്ടുണ്ട്. പിന്നെ മെല്ലെ അദ്ദേഹം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്ന് ചേർന്ന് സ്നേഹ അഗ്നിയായി മാറി. അദ്ദേഹത്തിൻ്റെ ആ ചിതയിൽ നിന്നും ഒരു പ്രാവ്, വെള്ളരിപ്രാവ് ആകാശത്തേക്ക് പറന്നുയർന്നു എന്ന് പറയപ്പെടുന്നു. പറന്നുയർന്നാലും ഇല്ലെങ്കിലും നല്ല മനുഷ്യരൊക്കെ മരിക്കുമ്പോൾ ഏതൊക്കെയോ വെള്ളരിപ്രാവുകൾ എവിടെയൊക്കെയോ പറക്കുന്നുണ്ട്. ഇനി നിങ്ങളാണ് ചോദിക്കേണ്ടത് സ്വയം, ഞാൻ മരിക്കുമ്പോൾ എങ്ങനെയുള്ളൊരു മരണമായിരിക്കും? ഏതൊരു വെള്ളരിപ്രാവിനെ പോലെ അനന്തതയിലേക്ക് ചിറക് വിരുത്തി പറക്കുവാൻ തക്ക വിധത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമോ ഞാൻ മരിക്കുക? ഞാൻ ഈ ചോദ്യം ധ്യാനമാക്കി മാറ്റുന്നു. എൻ്റെ സുഹൃത്തെ, നിങ്ങളും അങ്ങനെ ചെയ്യണേ എന്ന് അപേക്ഷിക്കുകയാണ്. അടുത്ത ഒരു വിശുദ്ധയിലേക്ക് യാത്ര. കുരിശിൻ്റെ വണക്കം ആരംഭിക്കുക വിശുദ്ധ ഹെലനിലൂടെയാണ്. കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ അമ്മ. ഇവർ ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചു. കൂടെ 2000 കണക്കിന് ജോലിക്കാർ. അവിടെ ചെന്ന് ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലം മുഴുവൻ കിളച്ച് കുരിശ് കണ്ടെത്തുവാനുള്ള ശ്രമം ഇവർ നടത്തി. ഏകദേശം 10 മാസക്കാലം. അവസാനത്തെ മാസക്കാലങ്ങളായപ്പോൾ 2000-ലേറെ ആളുകളാണ് ഒരേ സമയം ഈ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. സഹായിയായിട്ട് 15 വയസ്സുള്ള സൈമൺ എന്നൊരു പയ്യൻ. കൈകൾക്ക് ചില ശോഷി വന്നിട്ടുണ്ട്, ഒരു വൈകല്യം വന്നത് നിമിത്തം കൈ ശോഷിച്ചു പോയ പയ്യൻ. അവനാണ് കൃത്യമായൊരു സ്പോട്ട് കാണിച്ചു തന്നത്. അവിടെ കുഴിച്ച് അവസാനം 3 കുരിശുകൾ കണ്ടെത്തി. അതിലേതാണ് ക്രിസ്തുവിനെ തറച്ച കുരിശ്? ഈ കൈ ശോഷിച്ചവൻ്റെ ശോഷിച്ച കൈ ഹെലൻ ഒരു കുരിശോട് ചേർത്തപ്പോൾ പെട്ടെന്ന് അവൻ്റെ ശോഷിച്ച കൈയിൽ കൃപയുടെ നിറവ് വന്നു നിറഞ്ഞു. അവൻ്റെ അസുഖം മാറി. ഹെലൻ ആനന്ദക്കണ്ണീർ വീഴ്ത്തി. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധ നാട്ടിൽ നിന്നും കുരിശുമായി ഇറ്റലിയിലേക്ക് മടങ്ങി.
കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി തന്നെ തുറമുഖത്ത് സ്വീകരിക്കാൻ വന്നിരുന്നു. ഹെലനയുടെ സെക്രട്ടറി ടെറൻസിയ കുരിശ് കണ്ടെടുത്ത കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തു ചക്രവർത്തിക്ക്. ചക്രവർത്തി പിന്നീട് അമ്മയെ കാണുവാൻ വേണ്ടി ആ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരിങ്ങനെ അവാച്യമായ ഏതോ ഒരു ആനന്ദത്തിൽ മുഴുകി കൈകളിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആനന്ദത്തിലേക്ക് കണ്ണു നട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അവർ മരിച്ചു കഴിഞ്ഞിരുന്നു. ഏതോ ഒരു ആനന്ദാനുഭൂതിയിൽ ലയിച്ച് ഒരാൾ മടങ്ങിപ്പോവുകയാണ്. ശരിക്കും ദൈവത്തിൻ്റെ പുഞ്ചിരിയിലേക്ക് ലോകത്തിൻ്റെ പുഞ്ചിരി ചെന്ന് ചേരലായിട്ട് മരണം മാറണം. ദൈവത്തിൻ്റെ പുഞ്ചിരിയിലേക്ക് ലോകത്തിൻ്റെ പുഞ്ചിരി ചെന്ന് ചേരുന്നത് പോലെ ഒരാളൊരു സൗമ്യസുന്ദരമായ പുഞ്ചിരി പോലെ, ഒരു കാറ്റുപോലെ അങ്ങേ ലോകത്തിലേക്ക്, വീട്ടിലേക്ക് മടക്കയാത്ര ചെയ്യുകയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ വീണ്ടും ഉണ്ടാകട്ടെ. 404 AD ജീവിച്ചിരുന്ന വിശുദ്ധ ക്രിസോസ്തോം എന്നായിരുന്നില്ല ഈ വിശുദ്ധൻ്റെ യഥാർത്ഥ പേര്. ജോൺ എന്നായിരുന്നു. ക്രിസോസ്തോം എന്ന പേര് നൽകപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതിശയിപ്പിക്കുന്ന വാഗ്ധോരണിയാണ് ഇദ്ദേഹത്തിൻ്റേത്. ഇങ്ങനെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ പ്രസംഗിക്കാൻ ചാതുര്യമുള്ള വ്യക്തി എന്ന നിലയിലാണ് ആ അർത്ഥം വരുന്ന ക്രിസോസ്തോം എന്ന പേര് നൽകപ്പെട്ടത്. ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള വാക്ചാതുര്യമൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല. പക്ഷെ ആ കിടപ്പ് തന്നെ ഒരു പ്രസംഗമായിരുന്നു. കാരണം കൂടെ നിന്നിരുന്നവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിറയുന്ന വല്ലാത്തൊരു സൗന്ദര്യം ഒപ്പിയെടുക്കാൻ സാധിച്ചു. എങ്ങോട്ടോ നോക്കിക്കിടക്കുന്നു അദ്ദേഹം. പക്ഷെ ആ കണ്ണുകളിൽ സ്വർഗത്തിൻ്റെ കവിതകൾ ആരൊക്കെയോ അദൃശ്യമായ കരങ്ങളാൽ കുറിച്ചിടുന്നത് പോലെ. അദ്ദേഹം ഇടയ്ക്ക് പുഞ്ചിരിക്കുന്നു. പിന്നെ മുഖം പതിവിലധികം സുന്ദരമായിത്തീരുന്നു. വീണ്ടും അദ്ദേഹം ഈശോ ഈശോ എന്ന് മന്ത്രിക്കുന്നു. ആ നാമം മാത്രമേ ഈ പ്രസംഗകൻ്റെ നാവിലിപ്പോൾ നിറയുന്നുള്ളൂ. പിന്നെ ഏറ്റവും അവസാനത്തെ ശ്വാസം എടുക്കുമ്പോൾ, അന്ത്യശ്വാസം എടുക്കുമ്പോൾ അദ്ദേഹം ഒരു സെൻറ്റൻസ് പറഞ്ഞു. അവസാനത്തെ പ്രസംഗം, ഗ്ലോറി ബി ടു ഗാഡ് ഫോർ ഓൾ തിങ്സ്. എല്ലാത്തിനും ദൈവത്തിന് സ്തുതി, മഹത്വം. ഗ്ലോറി ബി ടു ഗാഡ് ഫോർ ഓൾ തിങ്സ്. സംഭവിച്ചതിനെല്ലാത്തിനും നന്ദി. ഫോർ ഓൾ ദാറ്റ് ഹാസ് ബീൻ താങ്ക്സ്. ഫോർ ഓൾ ദാറ്റ് വിൽ ബി യെസ്. ഡാക് ഹാമർ ഷോൾഡിൻ്റെ വാക്കുകൾ പോലെ സംഭവിച്ചതിനെല്ലാത്തിനും നന്ദി, ഇനി വരാനിരിക്കുന്ന എല്ലാത്തിനും യെസ്. ഈ മട്ടിൽ ഒരാൾ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ഒരു ചോദ്യം, പേടിപ്പിക്കുന്ന ചോദ്യമൊന്നുമല്ല. ഇപ്പോൾ മരണം നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ആ തണുത്ത കരത്തിൽ നിങ്ങളുടെ ചൂടാറാത്ത കരം ചേർത്തുകൊണ്ട് പിന്നെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവമേ സംഭവിച്ചതിന് എല്ലാത്തിനും നന്ദി എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അടുത്തുണ്ട്. എല്ലാവരും യാത്രക്കാർ തന്നെയാണ്. ഒറ്റക്ക് വന്നു, ഒറ്റക്ക് മടങ്ങി പോകണം. ബേസിക്കലി യു ആർ എലോൺ. ലേൺ ടു ബി എലോൺ വിത്തൗട്ട് ബീയിങ് ലോൺലി. ഇതെൻ്റെ വരികളല്ല, ആരോ പണ്ട് കുറിച്ച് വെച്ചതാണ്. യു കെയിം ടു ദ വേൾഡ് എലോൺ, യു വിൽ ഗോ ബാക്ക് എലോൺ. സോ ലേൺ ടു ബി എലോൺ വിത്തൗട്ട് ബീയിങ് ലോൺലി. ലോൺലി ആകാതെ എലോൺ ആയിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുക. എലോണായിട്ട് തന്നെ, ഒറ്റക്ക് തന്നെ മടങ്ങി പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഒറ്റക്ക് മടങ്ങി പോരേണ്ടി വരുന്ന സമയത്ത് ഇതുപോലെ ഗ്ലോറി ബി ടു ഗാഡ് ഫോർ ഓൾ തിങ്സ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ നല്ല കാര്യം. പറ്റുന്നില്ലെങ്കിൽ ചോദിക്കുക, എന്താ പറ്റാത്തത്? മരിക്കുമെന്നറിയാലോ. അതിന്നാകാം, നാളെയാകാം, മറ്റന്നാളാകാം. എപ്പോൾ സംഭവിച്ചാലും താങ്ക് യു ലോർഡ്, താങ്ക്സ് ഫോർ ഓൾ തിങ്സ് ദാറ്റ് യു അലൗഡ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഇനി ജീവിതത്തെ ഒന്ന് നോക്കിക്കാണുമ്പോൾ എന്താണ് തോന്നേണ്ടത്? ജെയിംസ് ജോയ്സ് എഴുതിയിട്ടുണ്ട്, ഒന്നോർത്ത് കഴിഞ്ഞാൽ ജീവിതം ഉള്ളി പോലെയാണ്. ഓരോ താളും മറിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞ് കണ്ണീർക്കണങ്ങൾ താഴേക്ക് ഒഴുകിയിറങ്ങി പോകുന്നു. സത്യമല്ലേ? ജീവിതത്തെ ഒന്ന് ആത്മാർത്ഥമായിട്ട് നോക്കിക്കാണുമ്പോൾ കരഞ്ഞു പോവും. അത്തരത്തിൽ നമ്മുടെയൊക്കെ ജീവിതം. ഇനി മഹാവിശുദ്ധനായിരുന്ന പാട്രിക്,
അയർലൻഡിലെ മുഴുവൻ ആളുകളെയും മാനസാന്തരപ്പെടുത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള ഈ മനുഷ്യൻ അന്ത്യകാലങ്ങളിൽ എന്താ ചെയ്തത്? കുത്തിക്കുറിച്ച് എന്താ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാമമുഖ്യൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ആ മുഖ്യൻ്റെ മകൻ കുറുനരിയെ കൊന്ന് അതിൻ്റെ തോലുമായി വന്നിട്ട് പാട്രിക്കിനെ തൊട്ട് വിളിച്ചു. ഇത് കാണുക, അതിസുന്ദരമായ കുറുനരി തോല്, ഇതൊന്ന് കാണുക, ഒരൊറ്റ മിനിറ്റ് കണ്ണുയർത്തുക. അപ്പോൾ പാട്രിക് പറയൂ, ഐ എം ടു ബിസി, ഭയങ്കര തിരക്കിലാണ്. ഇത് ചോദിച്ചു, എത്ര തിരക്ക്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കുറ്റസമ്മതം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും വിട്ടുപോയിക്കൂടാ. എന്താണ് കുറ്റസമ്മതം? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും കുറ്റസമ്മതമാണ്, എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രക്കേറെ നന്മ ചെയ്ത മനുഷ്യൻ അവസാനമായിട്ട് പറയുന്നത് എൻ്റെ ജീവചരിത്രം എന്നുള്ളത് കുറ്റസമ്മത ചരിത്രമാണ് എന്ന്. ഇവിടെ ചില മനുഷ്യരൊക്കെ ജീവചരിത്രം എഴുതുമ്പോൾ അതിൽ അവർ ചെയ്തതും അവർ നേടിയതും അവർക്ക് കിട്ടിയതുമായ കാര്യങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. ഈ ഞാൻ എന്ന് പറഞ്ഞ നിറഞ്ഞു കവിയലിൽ തട്ടി നമുക്ക് വല്ലാതെ പരിക്കേൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാനൊന്നുമില്ലായിരുന്നു, എനിക്കൊന്നുമില്ലായിരുന്നു, എന്നിട്ടും തമ്പുരാൻ്റെ കരുണ എന്നെ നയിച്ചു. അപ്പം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മാലാഖമാർ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സംവഹിക്കുന്നതായിട്ട് കൂടെ നിന്നവർ ഒക്കെ കണ്ടത്രേ. ആരൊക്കെയോ ഏതൊക്കെയോ പാട്ടുകൾ പാടി സ്വർഗത്തോളം ഉയർന്നു പോകുന്നൊരു കാഴ്ചയും ആരൊക്കെയോ കണ്ടത്രേ. അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വിശുദ്ധരെ സംഭവിച്ചിടത്തോളം വളരെ വളരെ നോർമലാണ്. നമ്മൾ വിശുദ്ധരല്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ അബ്നോർമലായിട്ട് നമുക്ക് തോന്നും. വീണ്ടും മറ്റൊരു വിശുദ്ധനിലേക്ക്, വിശുദ്ധ ബെർണാഡ്. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയൊക്കെ എഴുതിയിട്ടുള്ള വിശുദ്ധനാണ്. ഇദ്ദേഹം അന്ത്യനാളുകളിൽ മരണം കാത്ത് കിടക്കുകയാണ്. 1153 ഓഗസ്റ്റ് 23 അതൊരു വ്യാഴാഴ്ചയായിരുന്നു. തിരുപ്പാതയവും രോഗീലേപനവും അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം മരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ കൂടെ നിന്ന ശിഷ്യന്മാരൊക്കെ കരയാൻ തുടങ്ങി. അങ്ങേക്ക് ഞങ്ങളുടെ അനുകമ്പയില്ലേ? ഞങ്ങൾ മക്കളെ പോലെയല്ലേ? അങ്ങ് പിതാവല്ലേ? ശരിക്കും അങ്ങൊരു പാല് തരുന്ന അമ്മയെപ്പോലെ ആയിരുന്നില്ലേ? വിട്ടുപോവുകയാണ് ഞങ്ങളെ, ഞങ്ങളെന്ത് ചെയ്യും? അനാഥരാക്കപ്പെടുകയില്ലേ? പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തീവ്ര ആഗ്രഹം ഒരു വശത്ത്, നിങ്ങളോടൊപ്പം അല്പനാൾ കൂടി കഴിച്ചു കൂട്ടണമെന്നുള്ള ആഗ്രഹം വേറൊരു വശത്ത്. ഈ രണ്ട് ആഗ്രഹങ്ങൾക്കിടയിൽ നട്ടം തിരിയുകയാണ് ഞാൻ. ഇനി എന്ത് ചെയ്യണമെന്ന് ഈശോ തീരുമാനിക്കട്ടെ. എല്ലാം ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ഈശോ തീരുമാനിച്ചു സ്വർഗ്ഗ വീട്ടിലേക്ക് യാത്രയാകണമെന്ന്. അദ്ദേഹം മരിച്ചു. ഇനി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന് തൊട്ടവർക്കൊക്കെ രോഗശാന്തി ഉണ്ടായി എന്നാണ് പറയപ്പെടുക. പലതരത്തിലുള്ള രോഗികൾ ഓടിക്കൂടി. പിന്നെ തിക്കും തിരക്കുമായി മൃതദേഹത്തിന് ചുറ്റും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ ആൾക്കൂട്ടം. അവസാനം ആ ആശ്രമത്തിലെ ആബട്ട് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനരികിൽ വന്ന് ആജ്ഞാപിച്ചു, അത്ഭുതങ്ങൾ ഇനി പ്രവർത്തിക്കരുതെന്ന് അനുസരണയുടെ പേരിൽ ഞാൻ കൽപ്പിക്കുന്നു. അനുസരണ വ്രതം എന്ന് പറഞ്ഞാൽ ജീവിതവ്രതമാണ് വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ബെർണാഡിനും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അനുസരണയുടെ വ്രതത്തിൻ്റെ പേരിൽ പെട്ടെന്ന് രോഗശാന്തി കൊടുക്കുക എന്നുള്ള കാര്യം അദ്ദേഹം നിർത്തി എന്നാണ് പറയപ്പെടുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സാഘോഷം അടക്കി. വീണ്ടും മറ്റൊരു വിശുദ്ധനിലേക്ക്, യാതൊരുവിധ സങ്കടങ്ങളുമില്ലാതെ ഒരു പാട്ട് പാടി മരിച്ചൊരു മനുഷ്യൻ. അറിയാം നമുക്ക് ഇദ്ദേഹത്തെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. മരണസമയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നഗ്നനായി വന്ന ആളല്ലേ, എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി തറയിൽ കിടത്തി. തറയിൽ കിടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, 141 സങ്കീർത്തനം ഒന്ന് വായിക്കുക. അത് വായിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ സൂര്യനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പാട്ട് പാടട്ടെ, സഹോദരി മരണത്തെക്കുറിച്ച് ഒരു പാട്ട് പാടട്ടെ. അങ്ങനെ പാട്ട് പോലെ ഒരാൾ സ്വർഗത്തോളം സഞ്ചരിക്കുകയാണ്. അദ്ദേഹം പുഞ്ചിരിച്ചത്രേ. പാട്ട് കേട്ടു. മെല്ലെ പാട്ടിൻ്റെ ഉച്ചസ്ഥായിയിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കരത്തിലേക്ക് പറന്ന് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, മരിച്ചതിന് ശേഷം കുറ്റവാളികളെ അടക്കം ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി അടക്കം ചെയ്യണമെന്ന്. എന്തൊരു ശാന്തമായിട്ടുള്ള ഒരു മരണമാണ്. സഹോദരി മരണമേ വരിക, എന്നെ പുണരുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മരിക്കണമെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് ജീവിക്കണം. ഇങ്ങനെ മരിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണം? സുന്ദരമായിട്ട്
നിഷ്കളങ്കമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് മരിക്കുന്ന നേരം ആ മരണം തന്നെ ഒരു സന്തോഷാനുഭവമാണ്. മരിക്കും മുമ്പേ മരിക്കുന്നത് എങ്ങനെയെന്നറിഞ്ഞാൽ മരിക്കുന്ന നേരത്തെ ഒരാൾ മരിക്കുന്നില്ല. ഇഫ് യു നോ ഹൗ ടു ഡൈ ബിഫോർ യു ഡൈ, യു വിൽ നോട്ട് ഡൈ വെൻ യു ഡൈ. ഇത് എൻ്റെ വരികളല്ല, വീണ്ടും മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നത് എങ്ങനെയെന്നറിഞ്ഞാൽ മരിക്കുന്ന നേരത്ത് പിന്നെ നിങ്ങൾ മരിക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് മരിക്കുക എന്ന് പഠിച്ചെടുക്കുക. അങ്ങനെയുള്ളവർ മരിച്ചാലും മരിക്കുകയില്ല. യാത്ര വീണ്ടും നമ്മൾ തുടരുന്നു. വിശുദ്ധ അന്തോണീസ് മരിക്കുന്നത് 1231 ജൂൺ 13 തീയതിയാണ്. ജൂൺ 13 തീയതി അദ്ദേഹത്തിൻ്റെ വലിയ തിരുനാളായിട്ട് കേരളത്തിലും നന്നായിട്ട് ആഘോഷിക്കപ്പെടാറുണ്ട്. ഇദ്ദേഹം മരിക്കുന്നത് ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയിലാണ്, അർച്ചല്ലോ ആശ്രമത്തിൽ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായിട്ട് അനുതാപ കീർത്തനം ചൊല്ലിക്കൊടുത്തത് കൂടെ ചൊല്ലി. പെട്ടെന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലേക്ക് മുഖത്തൊരു പ്രകാശം. സഹോദരൻ ചോദിച്ചു, സഹോദരൻ ആൻ്റണി, നീ എന്താണ് ഇപ്പോൾ കാണുന്നത്? മുഖം എന്താ ഇങ്ങനെ മിന്നുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ രക്ഷകനെ കാണുന്നു. മിന്നാതിരിക്കുന്നത് എങ്ങനെയാണ്? മുഖം. രാത്രിയിൽ അദ്ദേഹം മരിച്ചു. വിശുദ്ധ അഗസ്റ്റീൻ ആശ്രമത്തിൻ്റെ ശ്രേഷ്ഠനായ ഫാദർ തോമസിൻ്റെ മുമ്പിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുക. അദ്ദേഹം ഈ ഫാദർ തോമസിനോട് പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നകന്ന് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ ശരീരത്തിൽ നിന്നകന്ന് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീട്ടിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ, മരിച്ചപ്പോൾ, പാതുവയിലെ കുട്ടികളൊക്കെ പുറത്തേക്ക് തെരുവിലേക്ക് ഓടിയിറങ്ങി. അവർ പറഞ്ഞു, അന്തോണി മരിച്ചു, ഞങ്ങളുടെ പിതാവ് മരിച്ചു, ഞങ്ങൾ അനാഥരായി. നല്ല മനുഷ്യർ മരിക്കുമ്പോൾ ഒരു അനാഥബോധം, അനാഥത്വം ലോകത്തിന് മുഴുവൻ അനുഭവപ്പെടും. കാരണം ലോകത്തിൻ്റെ മുഴുവൻ അപ്പനോ അമ്മയോ ആയി അവർ മാറിയിട്ടുണ്ടായിരുന്നു. അവർ പോയപ്പോൾ എല്ലാ നിറവുകൾക്കിടയിലും ഏതോ ഒരു ശൂന്യത. പിന്നെ ആ ശൂന്യത മാറ്റാൻ അതുപോലെ മറ്റൊരമ്മ, മറ്റൊരു പിതാവ് കടന്നു വരണം. ഇങ്ങനെ ജീവിതത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് കടന്നു പോകുന്ന മനുഷ്യർ, അവർ കടന്നു പോയാലും കടന്നു പോകുന്നില്ല. കാരണം അവർ അതിരുകളുടെ ഭാഗമല്ല, അനന്തതയുടെ ഭാഗമാണ്. വിശുദ്ധരുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ ഒരുപാട് സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ആളുകളെ നമ്മൾ കണ്ടെത്തുന്നു. ചില മനുഷ്യരൊക്കെ തമാശ പറഞ്ഞ് മരിച്ചിട്ടുണ്ട്. വിശുദ്ധ വിൻസെൻ്റ്, ഡീക്കൻ വിൻസെൻ്റ് ഇങ്ങനെ തീയിൽ എരിയുകയാണ് കിടന്ന്. തീയിൽ എരിയുന്ന അദ്ദേഹം തമാശ പറഞ്ഞത്രേ. അദ്ദേഹം സോൾജിയേഴ്സിനോട് പറഞ്ഞത്, ഒരു വശം ഇപ്പോൾ മുരിഞ്ഞു, മറുവശത്തേക്ക് തിരിച്ചിടുക, അപ്പോൾ കൃത്യമായ പാകത്തിൽ മുരിഞ്ഞു കിട്ടുമല്ലോ ശരീരം എന്ന്. വിശുദ്ധ തോമസ് മൂർ, അദ്ദേഹം രാജാവിൻ്റെ കോപത്തിന് പാത്രമായിട്ട് ജയിലിൽ കിടന്നയാളാണല്ലോ. രാജാവിൻ്റെ വിശ്വസ്തനായ ഒരു ഭൃത്യൻ ചെന്ന് പറയുന്നുണ്ട്, തീരുമാനം മാറ്റുക, രാജാവിനെ അനുസരിക്കുമെന്നുള്ള തീരുമാനമാക്കി മാറ്റുക, എങ്കിൽ രക്ഷപ്പെടാം. ഇങ്ങനെ ഒരുപാട് സമയം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയിരിക്കുന്നു. ഭൃത്യൻ സന്തോഷത്തോടുകൂടി രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. തോമസ് മൂർ തീരുമാനം മാറ്റി. വീണ്ടും അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ ഭൃത്യനെ തന്നെ രാജാവ് അയച്ചു. അപ്പോൾ തോമസ് മൂർ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. തീരുമാനം മാറ്റിയല്ലേ? തോമസ് മൂർ പറഞ്ഞു, തീരുമാനം മാറ്റി. ആദ്യത്തെ തീരുമാനം, കഴുമരത്തിലേക്ക് വധശിക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ താടി വടിച്ചിട്ട് പോകണമെന്നായിരുന്നു. ആ തീരുമാനം ഞാൻ മാറ്റി, താടി വെച്ചുകൊണ്ട് തന്നെ പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭൃത്യൻ അമ്പരം നിൽക്കെ ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളാണോ ജീവിതത്തിലേക്ക് പോകുന്നത്, ഞാനാണോ മരണത്തിലേക്ക് പോകുന്നത്? ആർക്കറിയാം? രണ്ടുപേരും ഏത് വഴിയിലേക്കാണ് പോകുന്നതെന്ന് ആർക്ക് തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുറ്റപ്പെടുത്തലൊന്നും പോകാതെ രണ്ടുപേർക്കും രണ്ട് വഴികളിലേക്കും നടന്നു പോകാം. ഇനി ഇദ്ദേഹത്തിൻ്റെ തലവെട്ടിയെടുക്കാനാണല്ലോ ശിക്ഷ. അദ്ദേഹത്തെ കൊലക്കളത്തിലേക്ക് ആനയിക്കുന്നു. സ്റ്റെപ്പിലേക്ക് കയറുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, അപകടം കൂടാതെ കയറുന്നതിന് എന്നെ സഹായിക്കുക, താഴോട്ട് വരുന്ന കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവഭക്തനും രാജഭക്തനുമായി മരിക്കുന്നു, എന്നാൽ സർവോപരി ദൈവഭക്തനായി ഞാൻ മരിക്കുന്നു. പിന്നെ അദ്ദേഹം മുട്ടുമേൽ നിന്നു. തല വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഈ തല വെട്ടുന്ന ആരാച്ചാരോട് പറഞ്ഞു, നോക്കുക, കൃത്യമായിട്ട് വെട്ടണം, കാരണം എൻ്റെ കഴുത്തിന് നീളക്കുറവുണ്ട്. കൃത്യമായി വെട്ടിയില്ലെങ്കിൽ അത്ര സുന്ദരമല്ലാത്ത വിധത്തിലായിരിക്കും എൻ്റെ ശിരസ് അറ്റു വീഴുക.
പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു സ്വകാര്യമായിട്ട്, സുഹൃത്തെ, പാവപ്പെട്ടൻ്റെ താടി രോമങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് താടി രോമം വെട്ടിക്കളയരുത്, കൃത്യമായിട്ട് കഴുത്തിൽ വെട്ടി സുന്ദരമാക്കിയ വിധത്തിൽ താഴേക്കിടുക. അദ്ദേഹം മരിക്കും മുമ്പും ഈശോ എന്ന് മാത്രം പറഞ്ഞു ചിരിച്ചു. ഇങ്ങനെയൊക്കെ മരിക്കാൻ സാധിക്കുന്നെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫാദർ ഡാമിയൻ, അദ്ദേഹം കുഷ്ഠരോഗികൾക്ക് വേണ്ടി മരിച്ചയാളാണല്ലോ. മരിക്കും മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ യുവ സ്നേഹിതനായ വൈദികൻ പറഞ്ഞു, പിതാവേ, ഒരൊറ്റ കാര്യം ചെയ്തു തരിക, അങ്ങയുടെ മേലങ്കി എനിക്ക് തരണം. ഇദ്ദേഹം പറഞ്ഞു, ഇത് കുഷ്ഠരോഗം പിടിച്ച മേലങ്കിയാണ്. ആ യുവ വൈദികൻ പറഞ്ഞു, അത് മതി എനിക്ക്. ഒരു ജീവിതകാലം മുഴുവൻ കരുണയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലായി ആ മേലങ്കി എൻ്റെ ശരീരത്തോട് ചേർന്നിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ മേലങ്കികൾ കൊണ്ട് നെയ്തെടുത്തതായിരിക്കാം ഈ കുഞ്ഞു പുസ്തകം. വിശുദ്ധരുടെ മേലങ്കികൾ എവിടെയൊക്കെ അനാഥമാക്കപ്പെട്ട് കിടക്കുന്നുണ്ട്, അതൊന്ന് സ്വന്തമാക്കിയെടുക്കുക. എന്നിട്ട് ജീവിക്കുന്ന കാലം അത്രയും ജീവിക്കുക നന്നായിട്ട്. മരിക്കുന്ന നേരമാകുമ്പോൾ സന്തോഷത്തോടെ മരിക്കുക. ഇതാ ഞാൻ എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഒരു വിക്ടറി സൈനോടുകൂടി ഈ ലോകത്തുനിന്ന് കടന്നു പോകാൻ ശ്രമിക്കുക. അങ്ങനെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി വീണ്ടും നല്ല യാത്ര നേരുന്നു. ദൈവം കൂടെ നടക്കട്ടെ.